അഭിചേച്ചിയുടെ കാര്യം ബീനാമ്മ പറഞ്ഞതിൽ നിന്ന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചേച്ചി ഇപ്പോ എന്നോട് വലിയ സ്നേഹത്തിലാ പെരുമാറുന്നത്. ചേച്ചിയുടെ കമ്പനിയുടെ കാര്യങ്ങളിൽ പോലും എന്നോട് അഭിപ്രായങ്ങൾ ചോദിച്ചു തുടങ്ങി. അത് മീര വിചാരിച്ച അവൾക്ക് പ്രയോജനം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അടുക്കുന്നതാ. അതൊന്നും വിശ്വസിച്ച് മീര അവളോട് ബന്ധം വയ്ക്കരുത്. ചതിക്കാനുള്ള മനസ്സ് അവൾക്ക് എപ്പോഴും ഉണ്ടാവും. അഭിചേച്ചി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല മോളെ. സ്വന്തം അനന്തരവന് കൊലക്കയറ് വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ച അമ്മാവൻ ആ കുടുംബത്തിലുണ്ട്. ആ ചോരയുടെ ഗുണം പുതിയ തലമുറയിലെ ആർക്കും ഉണ്ടാവില്ല എന്ന് കരുതണ്ട. നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിച്ച നമുക്ക് കൊള്ളാം. ബീന പറയുന്നതിലും കാര്യമുണ്ട് മോളെ. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒന്നിൻ്റെ പേരിലും വിദ്യ ഇനി നഷ്ടമാക്കാൻ ഞാൻ തയ്യാറല്ല. എങ്കിൽ നിനക്ക് എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററുണ്ട്. ആ കുട്ടിയുടെ ഫ്രണ്ടും കൂടി ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സോങ് നീ ഒന്ന് കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കാമോ? ഏതായാലും സോങ് ഞാൻ അയച്ചിട്ടുണ്ട്, മോളൊന്ന് കേട്ട് നോക്ക്. എനിക്ക് സന്തോഷമായി വിദ്യേ. എത്ര
നാളായി വിദ്യ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട്. ഞാനത് അറിയാതെ പാട്ട് കേട്ടിരുന്നപ്പോ സംഭവിച്ചു പോയതാ. ഉള്ളിലെ കലാകാരിയെ ഒരിക്കലും വിദ്യക്ക് മറക്കാൻ സാധിക്കില്ല. അതാണ് അറിയാതാണെങ്കിലും ആ സംഗീതം വിദ്യയെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ചത്. മീര വന്നിട്ട് കുറെ സമയമായോ? എത്തിയപ്പോഴും മ്യൂസിക് കേട്ടു. അതാ ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ കയറി വന്നത്. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ല. ഇനി വിദ്യക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ വന്നോളൂ. മനസ്സിലെ സങ്കടങ്ങളിൽ നിന്ന് കരകയറാൻ ഇത് വിദ്യയെ ഹെൽപ്പ് ചെയ്യും. എല്ലാ മരുന്നിനെക്കാളും മന്ത്രത്തിനേക്കാളും ശക്തി മനസ്സിൽ ഈശ്വരൻ തന്നിരിക്കുന്ന കലയ്ക്കുണ്ട് വിദ്യ. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. ഇനി ഇത് വിട്ടുകളയരുത്. എന്നും പ്രാക്ടീസ് ചെയ്യണം. സൂരജ് തിരിച്ചെത്തുമ്പോൾ വിദ്യ പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇവിടെ ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് സൂരജ് തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എന്റെ മനസ്സിലുള്ളൂ മീര. അതൊക്കെ ഉടനെ സംഭവിക്കും. വിദ്യ ധൈര്യമായിട്ടിരിക്കെ. ആദർശേ, ആദർശേ, എന്താ കണ്ടിട്ട് മിണ്ടാ പോകുന്നേ? ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? അത്തരം ബന്ധങ്ങളൊക്കെ ഞാൻ എന്തോ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനും താല്പര്യമില്ല. അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നതാണോ ആദർശ ബന്ധങ്ങള്? നീ എന്നെ തള്ളി പറഞ്ഞതുകൊണ്ട് എന്റെ ചേച്ചിയുടെ മകൻ അല്ലാതാവുന്നില്ലല്ലോ. ബന്ധങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ നൽകുന്ന ആളായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനൊന്നും പെരുമാറില്ലായിരുന്നു. അതുകൊണ്ട് ബന്ധത്തിന്റെ സ്വന്തത്തിന്റെ ഒന്നും കണക്ക് പറയാൻ നിൽക്കണ്ട. ശരി, പറയുന്നില്ല. അപ്പൊ ബന്ധം മറന്ന് ബിസിനസ്മാനായി ആദർശനോട് സംസാരിക്കാമല്ലോ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് വേഗം പറ. നിങ്ങളോട് സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. അത് ശരിയാ. ആദർശിപ്പം നെട്ടോട്ടത്തിലാണെന്ന് എനിക്കറിയാം. ഒന്നിരിക്കാൻ പോലും സമയം കിട്ടുന്നുണ്ടാവില്ല. പാവം. അതൊന്നും ഓർത്ത് നിങ്ങൾ തലപോയിക്കണ്ട. നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്ക്. അതെ, എന്റെ കാര്യം നോക്കാൻ എനിക്ക് ഞാനേ ഉള്ളൂ. പക്ഷെ നിന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. നിനക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഭാര്യയുണ്ടല്ലോ. ദേ, മീര മിടിക്കുക. സത്യത്തിൽ ഞാൻ മീരെ തെറ്റിദ്ധരിച്ചു. അതാ ആദ്യം കമ്പനിയിൽ സെലക്ഷൻ കൊടുക്കായിരുന്നത്. പക്ഷേ എന്റെ ചേച്ചി ആളെ തിരിച്ചറിഞ്ഞു. മീരെ ദേവ ബിൽഡേഴ്സിൽ നിയമിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്റെ ഭാര്യ വിവരവും വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയുള്ള കുട്ടി തന്നെയാ. അതിലെനിക്ക് അഭിമാനം തന്നെയാ. അഭിമാനിച്ചാൽ മാത്രം പോരാ. ആദർശ് മീരയ്ക്ക് മുമ്പിൽ ശിക്ഷപ്പെടുന്നത് നന്നായിരിക്കും. കാരണം നിന്നെ ഇപ്പൊ ബിസിനസ് പിടിച്ചു നിർത്തുന്നത് തന്നെ മീരയാണല്ലോ. വലിയ ബിസിനസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞു നടക്കാനല്ലാതെ നിന്നെ ഇപ്പൊ ഒന്നിനും കൊള്ളില്ല ആദർശേ. എന്റെ കഴിവുകേടും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ആദ്യം അഭിരാമിയുടെ കൂടെ ചേർന്ന് ദേവ ബിൽഡേഴ്സ് തകർക്കാൻ ശ്രമിക്കുന്നത് ആദ്യം മതിയാക്കിക്കോ. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ആദർശ് വെറുതെ പറയുന്നതാ. ഞാൻ ആരാണെന്ന് വ്യക്തമായിട്ട് ആദർശിന് ഇപ്പോഴും അറിയില്ല. പക്ഷേ നിന്നെക്കുറിച്ച് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ദാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊരു ഉപദേശം തരാം. പോകുന്ന വഴിക്ക് ഒരു വെറ്റിലയെ അടയ്ക്കയും വാങ്ങി മീരയുടെ മുമ്പിൽ ദക്ഷിണ വെച്ച് ഒന്ന് ശിക്ഷപ്പെടും. അങ്ങനെ ആയാൽ നിനക്ക് ജീവിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ഭാര്യയുടെ ബാഗും തൂക്കി പിറകെ നടക്കുന്ന വെറുമൊരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ മാത്രമായി തീരും ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് ആദർശ്. അങ്ങനെ നടക്കേണ്ടി വന്നാൽ നടക്കും. എനിക്കതിൽ അഭിമാനക്കുറവൊന്നും തോന്നുന്നില്ല. ഉള്ളി കരഞ്ഞോടാണേലും പറയുന്നത് കേൾക്കാൻ രസമുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതേ രക്ഷയുള്ളതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ മീരെ പിണക്കില്ല. നിനക്ക് യാതൊരു നാണം തോന്നുന്നില്ല ആദർശേ? വർഷങ്ങളായിട്ടുള്ള ബിസിനസ് പാരമ്പര്യവും വിദേശ ഡിഗ്രിയും, എന്നിട്ട് ഒരു അമ്പലവാസി പെണ്ണിന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു. സത്യം പറയാമല്ലോ, നിന്നെ ഓർത്ത് എന്നും അഭിമാനിച്ചിരുന്ന ആളാ ഞാൻ. നിന്നെ തോപ്പിക്കാനാണെ പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. പക്ഷെ ഇതിപ്പോ നീ എനിക്കൊരു എതിരാളി പോലുമല്ല. അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിങ്ങളുടെ മുമ്പിൽ യോഗ്യത തെളിയിക്കേണ്ട ഗതികേട് എനിക്കില്ല.
സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി രക്തബന്ധത്തെ പോലും കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ക്രൂരനാണ് നിങ്ങൾ. അതെ, എനിക്ക് എന്റെ ലക്ഷ്യം തന്നെയാണ് പ്രധാനം. അത് നേടാൻ ഞാൻ മാർഗം നോക്കാറില്ല. എങ്ങനെ എന്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അതിനുള്ള കഴിവും ആത്മവിശ്വാസവും ഒക്കെ എനിക്കുണ്ട്. പക്ഷെ നിനക്കോ? നിനക്ക് എന്ത് കഴിവാ ഉള്ളത്? ആദ്യം നീ ദേവാ ബിൽഡേഴ്സ് എന്ന് പറയുന്ന നിന്റെ അച്ഛന്റെ സ്ഥാപനത്തിന്റെ ലേബലിൽ ആളായി. അത് നഷ്ടപ്പെട്ടപ്പോ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി. അത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ കൈകാലിട്ട് അടിക്കുക. ആ ഭാഗ്യത്തിന് രക്ഷയായ ഒരു പെൺകുട്ടിയെ കിട്ടി കേട്ടോ. നിങ്ങളെ ഞാൻ നീ ഒന്നും ചെയ്യില്ലടാ. നിനക്ക് നന്നായിട്ടറിയാം ഞാൻ പറയുന്നത് എല്ലാം സത്യമാണെന്ന്. അതുകൊണ്ട് ഈ അമ്മാവൻ പറയുന്നത് നീ കേൾക്കണം. ദാ നന്നായിട്ട് മീരെ നോക്കണം. ഒരു വാക്കുകൊണ്ട് പോലും അവളെ വേദനിപ്പിക്കരുത്. എങ്ങാനും അവള് പിണങ്ങിയാല് നിന്റെ കഥ കഴിഞ്ഞു. കാരണം അവളാ നിന്റെ രക്ഷക. അവളാണ് യഥാർത്ഥ ബിസിനസ്സുകാരി. നിനക്ക് പറ്റിയ പണി വീട്ടുജോലിയാ. മീരെ ഓഫീസിലേക്ക് അയച്ച് നീ വീട്ടുകാര്യങ്ങളൊക്കെ നോക്ക്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. നിന്നെ സഹായിക്കുന്ന പോലെ എന്നെ സഹായിക്കാൻ ഒരു ഭാര്യ എനിക്കില്ല. അല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ ശരി, ഓക്കെ. ഞാൻ ആദർശിനെ കണ്ടിരുന്നു. ആഹാ, എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, ഞാൻ ശരിക്ക് കളിയാക്കി. അത് കൊണ്ടിട്ടുണ്ട്. നല്ല ദേഷ്യത്തിലാ പോയത്. അങ്കിൾ എന്ത് പറഞ്ഞ കളിയാക്കിയത്? മീരയുടെ കാര്യം തന്നെ പറഞ്ഞത്. അത് നന്നായി. അല്ലെങ്കിലും മീര തന്നെ ഇപ്പൊ താരം. അവളിതൊക്കെ എങ്ങനെ സാധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവ കൊടുക്കത്തെ ബുദ്ധിയാ. കൂടുതലും കുരുട്ട് ബുദ്ധിയാണെന്ന് പറയാം. എന്ത് ബുദ്ധിയായാലും ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കാൻ അവളെ കഴിഞ്ഞ ആളുള്ളൂ. പണ്ട് ബീച്ച് സൈഡിലെ ഫ്ലാറ്റിന് പ്രശ്നം ഉണ്ടായപ്പോ എല്ലാം തകർന്ന് ദേവാ ബിൽഡേഴ്സ് എന്ന കമ്പനി തന്നെ ഇല്ലാതായി പോവുന്ന അവസ്ഥ വരെ വന്നതാ. അവിടുന്ന് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചത് മീരയുടെ മിടുക്ക് മാത്രമാ. അന്നാ പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചത് ഞാനായിരുന്നു. അതെനിക്കറിയാം. അങ്കിള് കൂടെ നിൽക്കുന്നവരെ എങ്ങനെ സഹായിക്കുമെന്നും എതിർക്കുന്നവരെ എങ്ങനെ ഇല്ലാതാക്കുമെന്നും അറിഞ്ഞു വെച്ച് തന്നെയാ അങ്കിളിന്റെ കൂടെ നിർത്താൻ ഞാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആദർശിപ്പ പറയുന്ന പോലെ ചതി പറ്റിയെന്ന് അഭി ഒരിക്കലും പറയത്തില്ലല്ലോ. അന്ന് കമ്പനിയിൽ ചെയ്തതൊന്നും അങ്കിൾ എന്റെ അടുത്ത് ആവർത്തിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഒരു മാറ്റവും വരില്ല. അതെന്റെ ഉറപ്പാ. എനിക്കത് മതി. മീരയുടെ വിജയങ്ങളില് ആദ്യമൊക്കെ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നെങ്കിലും ഇപ്പൊ എനിക്ക് അവളെ അംഗീകരിക്കാനാ ഇഷ്ടം. അതെന്താ അങ്ങനെ ഒരു മാറ്റം? കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കണം അങ്കിൾ. അല്ലാതെ വെറുതെ അവരെ പഴി പറഞ്ഞും നശിപ്പിക്കാൻ നോക്കിയും നമ്മൾ അലഞ്ഞ അവസാനം നശിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ ബഹളങ്ങളെയൊക്കെ അവഗണിച്ച് അവര് അവരുടെ ലക്ഷ്യത്തിലേക്ക് പറന്നുയരും. അപ്പോഴും നമ്മൾ വെറുതെ ഇവിടെ അലച്ചുകൊണ്ട് നടക്കേയുള്ളൂ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ട്രാക്ക് മാറ്റി. മീരയ്ക്ക് അറിവും കഴിവും ഉണ്ട്. അത് ഞാൻ എന്റെ കമ്പനിക്കും പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. അല്ല, നമുക്ക് ഗുണമുണ്ടാകുന്ന എല്ലാ തീരുമാനങ്ങളും നല്ല കാര്യങ്ങൾ തന്നെയാ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. പക്ഷേ മീര എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പാടില്ല. അവള് പഠിച്ച കളിയാ. ഏത് പോയിന്റിൽ നമ്മളെ ഒഴിവാക്കണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മീരയോട് ഇടപെടാൻ. അവിടെ സംസാരം കേട്ടാൽ അവൾ നമുക്കൊപ്പമാണെന്നും നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നും തോന്നും. പക്ഷേ സത്യത്തിൽ അവൾ ആർക്കും ഒപ്പമല്ല. അവൾ ചെയ്യുന്നതെല്ലാം അവൾക്ക് വേണ്ടി മാത്രം. ഓഫീസിലെ എൻ്റെ പല കള്ളക്കളികളും മീരയെ വെളിച്ചത്ത് കൊണ്ടുവന്നു. അന്ന് അവൾ അവിടെ വെറും HR എക്സിക്യൂട്ടീവ് മാത്രമായിരുന്നു. വെറും ഒരു HR എക്സിക്യൂട്ടീവ് എങ്ങനെ അവിടുത്തെ കോംപ്ലിക്കേറ്റഡ് ആയ കണക്കുകൾ നോക്കി അതിലെ തിരിമറികൾ കണ്ടെത്തും? അതൊക്കെ ഈശ്വരൻ ഓരോ മനുഷ്യർക്കും കൊടുക്കുന്ന കഴിവുകളാ. അതിന്റെ രഹസ്യമൊന്നും നമുക്കറിയില്ല.
പാട്ട് പഠിക്കാത്തവർ നന്നായി പാടാറില്ലേ? ചിലർ ഫോട്ടോ എടുത്തതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ നമുക്ക് ചുറ്റും എത്ര കലകൾ, എത്ര കലാകാരന്മാർ, എത്ര സയന്റിസ്റ്റുകൾ, എത്രയോ പാചകക്കാർ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രൊഫഷണലുകൾ പലതരത്തിലുള്ള കഴിവുകളുമായി ജീവിക്കുന്നില്ലേ? അതിൽ പലതും കണ്ടു മോഹിച്ച് നമ്മൾ അതുപോലെ ചെയ്ത ഗിഫ്റ്റഡ് ആയവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ളപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സഹായിക്കാൻ മീര തയ്യാറാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? സത്യം പറഞ്ഞ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള അങ്കിളിനേക്കാളും ആദർശിനേക്കാളും പ്രാക്ടിക്കലായാണ് മീര പലതും ചെയ്യുന്നത്. ശരി, അത് ആ വഴിക്ക് നടക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. എനിക്കിപ്പോൾ ഏറ്റവും വലുത് എൻ്റെ നിലനിൽപ്പാണ്. കേസ് ഉടനെ വിധി പറയരുത്. വിചാരണ ആവുന്നത്രയും നീട്ടിക്കൊണ്ടുപോകണം. അത് വക്കീൽ വിചാരിച്ചാൽ നടക്കും. അതിനു വേണ്ട എന്താന്ന് വെച്ചാൽ വക്കീലിന് കൊടുക്കണം. അതൊക്കെ നമുക്ക് ചെയ്യാം അങ്കിൾ. അത് മതി. വിധി വരുന്നതിനുള്ളിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ അങ്കിൾ വക്കീലുമായിട്ട് സംസാരിച്ച് സെറ്റ് ആക്കിക്കോ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇറങ്ങാം. പോകാം. വിദ്യേ, വിദ്യേ, വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഇവൾ എന്തെടുക്ക? വിദ്യേ, ആഹാ, മീരമോള് വന്നായിരുന്നോ? വിദ്യ ഒറ്റയ്ക്കാണല്ലോ എന്ന് കരുതി ഞങ്ങൾ ധൃതി പിടിച്ച് തിരികെ പോരായിരുന്നു. ഞാൻ വന്നിട്ട് കുറച്ചു സമയമായി. അമ്മായി മുത്തശ്ശിയും ക്ഷേത്രത്തിൽ പോയെന്ന് വിദ്യ പറഞ്ഞു. ധന്യക്ക് വലിയ ടെൻഷനായിരുന്നു. സത്യം പറഞ്ഞ സമാധാനം ഇട്ടെന്ന് തൊഴാൻ പോലും പറ്റിയില്ല എന്ന് വേണം പറയാൻ. എന്തിനാ ടെൻഷൻ? നമ്മുടെ വിദ്യക്ക് ഇപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് വന്നപ്പോ കണ്ടതേ ഏറ്റവും സന്തോഷമുള്ള ഒരു കാഴ്ചയാ. എന്താ മോളെ? വിദ്യ നൃത്തം ചെയ്യുന്നത് കണ്ടോണ്ടാ ഞാൻ വന്നത്. മോള് നൃത്തം ചെയ്തെന്നോ? അതെ അമ്മായി, ഞാൻ കണ്ടത് നമ്മുടെ പഴയ വിദ്യ തന്നെയാ. പഴയ അതേ ഊർജത്തോടെയും ഭംഗിയോടെയും തന്നെയാ വിദ്യ നൃത്തം ചെയ്തത്. എന്റെ ഭഗവാനെ, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ഈശ്വരന്റെ മുന്നിൽ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചിട്ട് വരുന്ന വരവ. ഞാൻ പറഞ്ഞില്ലേ തന്നെ, നമ്മൾ അറിഞ്ഞു വിളിച്ച ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുമെന്ന്. അതെ, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരൻ നമ്മളെ അങ്ങനെ കൈവിടില്ല. വിദ്യയുടെ മനസ്സിൽ ഇപ്പോഴും നൃത്തവും സംഗീതവും ഒക്കെയുണ്ട്. ഇവള് തനിച്ചായപ്പോ തനിയെ അതൊക്കെ പുറത്തു വന്നു. ഇനി പതിയെ പതിയെ നമ്മുടെ വിദ്യ പഴയ വിദ്യയായി മാറും, എനിക്ക് ഉറപ്പാ. നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എനിക്കറിയാം എന്റെ പെരുമാറ്റം എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, എത്ര ശ്രമിച്ചിട്ടും പഴയതുപോലെ ആകാൻ എനിക്ക് പറ്റുന്നില്ല. സാധിക്കും മോളെ. അതിന്റെ ആരംഭമായി ഇപ്പൊ സംഭവിച്ച കാര്യം കണ്ടാ മതി. അതെ, സൂരജിനെ പോലെ തന്നെ വിദ്യ പ്രാധാന്യം കൊടുത്ത ഒന്നാണ് നൃത്തം. ഒന്നിന്റെ കുറവ് നികത്താൻ മറ്റൊന്നിനും സാധിക്കില്ല. പക്ഷേ ആ വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് വിദ്യ കൂടുതൽ കോൺസെൻട്രേഷൻ നൃത്തത്തിന് കൊടുക്കണം. അപ്പൊ എല്ലാം ശരിയാവും. ഞാൻ ശ്രമിക്കാം മീര. അങ്ങനെ പറഞ്ഞ പോരാ, നന്നായി ശ്രമിക്കണം. അതിനാദ്യം വേണ്ടത് ഓരോന്നാലോചിച്ച് വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഈ പരിപാടി അങ്ങ് മാറ്റണം. വിദ്യക്ക് പുറത്തേക്കൊക്കെ പോയാലെന്താ? സുഹൃത്തുക്കളെയൊക്കെ കണ്ട് സംസാരിക്കണം, നൃത്ത പരിപാടികളൊക്കെ കാണണം. അങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിനാദ്യം ഉപദേശിക്കേണ്ടതും പറഞ്ഞു മനസ്സിലാക്കേണ്ടതും ധന്യയാണ്. വിദ്യ ഒരിടത്തേക്കും തനിയെ വിടാൻ ധന്യ തയ്യാറല്ല. ഇപ്പൊ തന്നെ മോളെ തനിച്ചാക്കി ക്ഷേത്രത്തിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ മനോജും വിശാലും ഞാനും ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വന്നത്.
ഞാൻ എന്ത് വിശ്വസിച്ച മോളെ ഇവിടെ തനിച്ച് പുറത്തയക്കുന്നേ? അയക്കണം. ഇപ്പൊ തന്നെ ഒറ്റയ്ക്കായപ്പോഴല്ലേ വിദ്യ മനസ്സ് തുറന്നത്, അവളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യം ചെയ്തത്. എനിക്ക് മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് വിദ്യയോടാ. ഈശ്വരൻ നമുക്ക് ചില സമയങ്ങളിൽ ഓരോ പരീക്ഷണങ്ങൾ നൽകും. അതിൽ തളരാതെ ഈശ്വരനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ഞാൻ എന്തു വേണമെന്ന മീര പറയുന്ന? ഏത് സമയവും ദുഃഖിച്ച് തളർന്നിരിക്കുന്ന രീതി നീ മാറ്റണം. എന്നിട്ട് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. മുത്തശ്ശിയുടെ കൂടെ ക്ഷേത്രത്തിലൊക്കെ പോണം. മനുഷ്യർ നിസ്സാരരാവുന്ന പല സമയത്തും ഈശ്വരന് നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന കാര്യം മറക്കരുത്. അതെ മോളെ, നീ വിഷമിക്കുമ്പോ നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാവരും തകരുകയാണെന്ന കാര്യം മോള് മറക്കാൻ പാടില്ല. ഇനി ഞാൻ കാരണം നിങ്ങൾക്കാർക്കും വിഷമിക്കേണ്ടി വരില്ല. മീര പറഞ്ഞത് ശരിയാ. സൂർജിന് എനിക്ക് നഷ്ടമായപ്പോ ഞാൻ നിങ്ങളെല്ലാവരും മറക്കുമായിരുന്നു. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അച്ഛനും അമ്മയും പോലും ഞാൻ മറന്നു. എന്തിന്, മുത്തശ്ശിയുടെ വിഷമത്തെക്കുറിച്ച് പോലും ഞാൻ ഓർത്തില്ല. ഒന്നും വിദ്യ മനഃപൂർവ്വം ചെയ്തതല്ലോ. നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വിഷമങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഉറപ്പാ ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. അതെ മോളെ, ഇപ്പൊ നിനക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു വന്ന ഞങ്ങൾക്ക് മനസ്സിന് ആശ്വാസം തരുന്നൊരു വാർത്ത ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചില്ലേ?